പശ്ചിമേഷ്യയിലെ ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ പൂർണ്ണമായ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതി പ്രമേയം പാസ്സാക്കി. ഒരുപക്ഷേ UN രക്ഷാസമിതി 5 വീറ്റോ അധികാരങ്ങളുള്ള രാഷ്ട്രങ്ങൾ അതിലുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. റഷ്യ വിട്ടുനിന്നു. അമേരിക്ക അടക്കം ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഈ പ്രമേയത്തെ അനുകൂലിച്ചു. ഒരുപക്ഷേ ഇത് നടപ്പിലാക്കാതിരിക്കാൻ ഇസ്രയേലിന് വഴിയില്ല. അതല്ലെങ്കിൽ ഉപരോധം വരും UNൽ നിന്ന്. ഇസ്രയേൽ ആക്രമണത്തിൽ 40 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന മറ്റൊരു വാർത്തയും പശ്ചിമേഷ്യയിൽ നിന്ന് ഈ സമയം വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് PP ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഗുഡ് മോർണിംഗ്, വലിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ UN രക്ഷാസമിതിയിൽ ഉണ്ടായിരിക്കുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ വീറ്റോ ചെയ്യപ്പെടാതെ പ്രമേയം പാസ്സാക്കി. ഈ പ്രമേയം നിർബന്ധമായും ഇസ്രയേൽ നടപ്പാക്കേണ്ട ബാധ്യതയുണ്ട് താനും. വിവരങ്ങൾ SKN, ഇത് വലിയ ഒരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഇതുവരെ നടന്ന ഈ പ്രമേയങ്ങളൊക്കെ വീറ്റോ ചെയ്യുകയായിരുന്നു. റഷ്യ അടക്കം ചൈനയും മറ്റു രാജ്യങ്ങളൊക്കെ ഇതിനെ അനുകൂലിച്ചെങ്കിലും അമേരിക്കയുടെ വീറ്റോയിലാണ് ഈ തരത്തിലുള്ളൊരു പ്രമേയം രക്ഷാസമിതി പാസ്സാക്കാതെ പോയത്. SKN അറിയാവുന്ന പോലെ UN ജനറൽ അസംബ്ലി എല്ലാ രാജ്യങ്ങളും കൂടി പ്രമേയം പാസ്സാക്കിയാലും അതിന് മാൻഡേറ്ററി പവറില്ല, നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. മാൻഡേറ്ററി പവറുള്ള ഒരു ബോഡി, ഏറ്റവും ശക്തമായ ബോഡി UN രക്ഷാസമിതിയാണ്, സെക്യൂരിറ്റി കൗൺസിൽ. അപ്പോൾ അതിൽ 15 അംഗങ്ങളാണ്. ആ 15 അംഗങ്ങളിൽ 5 പേര് പെർമനൻറ്റ് മെമ്പേഴ്സാണ്. അത് അമേരിക്കയും നേരത്തെ സോവിയറ്റ് യൂണിയൻ, ഇപ്പോൾ റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇവർക്കാണ് വീറ്റോ പവർ ഉള്ളത്. ഇവർ വീറ്റോ ചെയ്താൽ എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും അത് തള്ളിപ്പോവും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ കൊണ്ടുവന്ന 3 ലെയറുള്ള അല്ലെങ്കിൽ 3 സ്റ്റെപ്പായിട്ട് ചൂടായിട്ടുള്ള പദ്ധതി, അത് തന്നെയാണ് ഏതാണ്ട് അവിടെ പ്രമേയമായിട്ട് വന്നത്. പ്രമേയത്തെ അമേരിക്ക ആദ്യമായിട്ടാണ് ഈ പ്രമേയത്തെ ഈ രീതിയിൽ അനുകൂലിക്കുന്നതുണ്ടായിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളും അനുകൂലിച്ചു, 14 രാജ്യങ്ങൾ. റഷ്യ മാത്രം വിട്ടുനിന്നു. റഷ്യക്ക് അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട്. അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ ഞങ്ങൾ അനുകൂലിക്കേണ്ട കാര്യം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ബന്ധത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നു. അതിലെന്തെങ്കിലും തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് റഷ്യ നോക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം റഷ്യ വിട്ടുനിന്നു. പക്ഷേ പ്രമേയം പാസ്സായിരിക്കുന്നു. ഇത് മാൻഡേറ്ററിയാണ്. തീർച്ചയായിട്ടും ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഉപരോധം കൊണ്ടുവരാം. പക്ഷേ SKN ഇതൊക്കെ പറയുമ്പോഴും ലോക കോടതി യുദ്ധം നിർത്തണമെന്ന് ഇതുപോലെ തന്നെ മാൻഡേറ്ററി പവറുള്ള ഒരു ഇതായിട്ട് അറിയപ്പെടുന്നത്. മാൻഡേറ്ററി മീൻസ് അത്രയും മാൻഡേറ്ററി അല്ല. പക്ഷേ അവർ പാസ്സാക്കിയിട്ട് കേട്ടില്ല. ബാക്കി ലോകരാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും കേട്ടില്ല. ജനറൽ അസംബ്ലി 153 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടും ഇസ്രായേൽ കേട്ടിട്ടില്ല. പക്ഷേ ഇതിന് ഈ അമേരിക്കയുടെ പദ്ധതി കൂടുതൽ ശക്തമായിരിക്കുന്നതെന്ന് മാത്രമല്ല, SKN ഈ മണിക്കൂറുകളിൽ അമേരിക്കയുടെ രണ്ടാമനായിട്ട് അറിയപ്പെടുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഈജിപ്തിൽ പോയി അൽഫത്ത സിസി എന്ന അവിടുത്തെ പ്രസിഡന്റുമായി ചർച്ച ചെയ്ത ശേഷമാണ് അവിടെ പോയത്. ഇനി ഖത്തറിൻ്റെയും ജോർദൻ്റെയും നേതാക്കളുമായി ചർച്ച നടത്തും. അപ്പോൾ ഏതാണ്ട് ആ പദ്ധതി ഒരു പക്ഷേ ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യത തെളിയുന്നു എന്ന് പറയാം. ഇസ്രായേലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസ് രാജിവെച്ച് പോയി യുദ്ധകാല മന്ത്രിസഭയിൽ നിന്ന്. ഇസ്രായേൽ ഭിന്നതയാണ്. 4 പേരെ മാത്രമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. ബന്ദികളൊക്കെ കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇസ്രായേലിൽ നടക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് SKN ഈ രീതിയിൽ ഇതുണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 40 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ 37,125 എന്ന വാർത്ത കൂടി വരുന്നു. സങ്കടകരമാണ് കാര്യങ്ങൾ. SKN PP ജെയിംസ്, ഒരു നിമിഷം. ഷബീദ് റാവുത്തർ ഈ പന്തിരാങ്കാവ് ഗാർഹിക പീഡനം പരാതി പറഞ്ഞ പെൺകുട്ടിയുടെ വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി കഴക്കൂട്ടത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണുള്ളത്. വടക്കേക്കര പോലീസ് അറിയിച്ചതിനെ തുടർന്ന് കഴക്കൂട്ടം പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഇവരെന്നറിയുന്നു. FIR ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയാൽ കസ്റ്റഡിയിലെടുക്കും ഇവരെ എന്നാണ് കഴക്കൂട്ടം പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമം പോലീസ് തുടരുകയാണെന്നും ഷബീദ് റാവുത്തർ വിശദമായി അറിയിക്കുന്നു. മറ്റൊരു വിദേശ വാർത്തയിലേക്ക്. റഷ്യയുടെ അത്യാധുനിക യുദ്ധവിമാനം തകർത്തതിന് പിന്നാലെ ക്രിമിയയിലെ 3 റഷ്യൻ മിസൈൽ സംവിധാനങ്ങളും യുക്രൈൻ സേന തകർത്തെറിഞ്ഞു. ഡ്രോൺ ആക്രമണം നയിക്കാൻ യുക്രൈന് പുതിയ കമാൻഡറും സൈനിക കേന്ദ്രവും ഉണ്ടായി എന്നും വാർത്ത. യുക്രൈനിൽ വ്യാപകമായി റഷ്യ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയുമുണ്ട്. വിവരങ്ങൾ PP ജെയിംസ് നൽകുന്നു. ജെയിംസ്, എന്തായാലും ഈ 2 കൊല്ലത്തിന് ശേഷം ഈ യുക്രൈൻ യുദ്ധം കുറച്ചുകൂടി കടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. SKN വലിയ ആശങ്കാജനകമാണ് ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രത്യേകിച്ച് റഷ്യ അമേരിക്കയ്ക്കടുത്തുള്ള അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ക്യൂബയിലേക്ക് ആണവായുധ അന്തർവാഹിനി അയക്കുന്നു. ഒപ്പം തന്നെ യുദ്ധക്കപ്പലുകൾ അയക്കുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ ഇത് ചെയ്യാനായിട്ട്.
സുഖോയ് 57 Su-57 എന്ന റഷ്യയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനമാണ് കഴിഞ്ഞ ദിവസം 600 കിലോമീറ്റർ ഉള്ളിൽ ചെന്ന് യുക്രൈൻ സേന തകർത്തത്. ഒരുപക്ഷെ അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് റഷ്യ 2014 പിടിച്ചടക്കിയ ക്രീമിയക്കടുത്ത് 3 മിസൈൽ സംവിധാനങ്ങൾ ഈ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യക്ക് റഷ്യ നൽകിയിട്ടുള്ളതാണ്. നേരത്തെ S-300 എന്ന സംവിധാനമാണ് ഇന്ത്യക്ക് നൽകിയത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് നൽകുന്നത് S-400 സംവിധാനമാണ്. ഒരേ സമയത്ത് 80 ദിശകളിലേക്ക് അല്ലെങ്കിൽ 80 സ്ഥലങ്ങളിലേക്ക് ഈ മിസൈൽ അയക്കാൻ കഴിവുണ്ട്. വരുന്ന മിസൈലുകളെ തടഞ്ഞിടാനുള്ള സംവിധാനമുണ്ട്, റഡാർ യൂണിറ്റ് ഉണ്ട്. അത്ര ഇതുള്ളൊരു സംവിധാനമാണ് S-400. ആ S-400 ഒരെണ്ണവും S-300 രണ്ടെണ്ണവും മിസൈൽ സംവിധാനം. അതൊരു ബാറ്റിൽ ഫീൽഡാണ് ഒരു മിസൈൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഉക്രൈൻ സേന നടത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഉക്രൈൻ സേനയുടെ പിടിച്ചുനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആധാരം ഡ്രോണുകളാണ്. റഷ്യക്ക് ഡ്രോണുകൾ വേണ്ടത്ര ഇല്ലായിരുന്നു. ഇറാനിൽ നിന്ന് ഈ ഷഹാദി ഡ്രോൺസ് വാങ്ങിച്ചാണ് അവർ തിരിച്ച് പോരാട്ടം നടത്തിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിനെ കാണേണ്ടി വരും. എന്ന് മാത്രമല്ല, ഉക്രൈൻ സേന പ്രധാനപ്പെട്ട തുർക്കിയിൽ നിന്നുള്ള ബരക്തിയാർ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഏറ്റവും വലിയ ആക്രമണം നടത്തിയത്. അവരുടെ പെട്രോൾ ബോംബുകളൊക്കെ വളരെയധികം അറിയപ്പെട്ടതാണ്. എന്തായാലും റഷ്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അവരെ കാർക്കീവിൽ, കിഴക്കൻ ഉക്രൈനിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ആക്രമണം തിരിച്ചടി നടത്തുന്നുണ്ട്. എന്നാലും റഷ്യക്ക് വല്ലാത്ത ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ജെയിംസ്, ഈ പാകിസ്ഥാനിൽ ഭീകരാക്രമണം നടന്നു എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, 7 സൈനികർ കൊല്ലപ്പെട്ടെന്ന്. ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗ്രൂപ്പാണ് ഈ ആക്രമണം നടത്തിയതെന്നും വാർത്തയുണ്ട്. ഈ പാകിസ്ഥാനിലെ ഭീകരാക്രമണത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വല്ലാതെ പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതാദ്യത്തെ സംഭവം എന്നല്ല. അവിടെ സ്ഥിരമായി പാകിസ്ഥാൻ്റെ സൈനികരെ അവിടുത്തെ ഭീകരന്മാർ വധിക്കുന്നു. ഒരു ഭീകരാക്രമണത്തിൻ്റെ വലിയ കേന്ദ്രമാണ് പാകിസ്ഥാൻ. ഭീകരരെ വളർത്തുന്നതിൽ ലോകത്തിലെ ഒരു 1-ാം നമ്പർ സ്ഥാനം പാകിസ്ഥാനുണ്ട്. ഇന്ത്യക്കെതിരെ കാശ്മീരിലടക്കം അവരാണ് ചെയ്യുന്നത്. പിന്നെ വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഭീകരർ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ TTP ആണ്. മറ്റേ താലിബാൻ എന്നറിയപ്പെടുന്ന താലിബാൻ തെഹ്രീക്ക് പാകിസ്ഥാൻ എന്ന സംഘടനയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. എന്തായാലും ഖൈബർ പ്രദേശത്ത് വെച്ചാണ് ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടായി 7 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഭീകരരെ തുടച്ചു നീക്കാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. കേൾക്കുമ്പോൾ ഒരു വളരെ വിചിത്രമായി തോന്നാം. ഈ ഭീകരാക്രമണം കയറ്റുമതി ചെയ്യുന്നവർ തന്നെ ഭീകരാക്രമണത്തിനെതിരെ സംസാരിക്കുന്ന എന്തായാലും ഷഹബാസ് ഷെരീഫ് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. കാരണം പാകിസ്ഥാനിലേക്ക് അഫ്ഗാൻ ബന്ധമുള്ള ഭീകര സംഘടനകൾ കയറി അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ പല പ്രദേശങ്ങളിലും ഈ രീതിയിൽ എത്ര പോലീസ് സ്റ്റേഷനുകളാണ് അവർ ബോംബ് വെച്ച് തകർത്തത്. അപ്പോൾ പാകിസ്ഥാന് വല്ലാത്ത ഭീതി കടന്നിരിക്കുന്നു. താങ്ക് യു VP ജെയിംസ്. വിദേശ വാർത്തകളുമായി PP ജെയിംസ് നാളെ ഇതേ സമയം പരിപാടിയിൽ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.